എനിക്കിവിടെ നിന്ന് സാക്ഷ്യം പറയാൻ പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് മിനി സന്തോഷ്. ഞാൻ മംഗലാപുരം സെൻറ്റ് തോമസ് ഫൊറോന ചർച്ച് ഉദനയിൽ നിന്ന് വരുന്നു. ഞാൻ CRPFൽ സർവീസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അയോധ്യയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ 2ാമത്തെ നിലയിൽ നിന്ന് താഴോട്ട് സ്റ്റെപ്പേന്ന് ഊർന്ന് താഴോട്ട് വീണു. ഊർന്ന് വീഴാൻ കാരണം അവിടെ ഒത്തിരിയും കുരങ്ങിൻ്റെ ശല്യമുണ്ട്. അപ്പോൾ കുരങ്ങ് എന്നെ ഓടിച്ച് അപ്പോൾ ഞാനങ്ങനെ തെന്നി വീണതാണ് താഴോട്ട്. ആ സമയത്ത് എനിക്ക് സ്പൈനൽ കോഡിന് ഡിസ്റ്റൻസ് വന്നു. ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ആ സാക്ഷ്യം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ സാക്ഷ്യം പറയാനായിട്ട് നിൽക്കുന്നത് എൻ്റെ കഴുത്തിന് വേദനയുണ്ടായിരുന്നു, കഴുത്തിന് മരപ്പുണ്ടായിരുന്നു, തലയ്ക്ക് പുകച്ചിലുണ്ടായിരുന്നു. ഈ വീണതിൻ്റെ ശേഷം എനിക്ക് മറവി വരാൻ തുടങ്ങിയായിരുന്നു. 12 വർഷമായിട്ട് ഞാൻ 2004 ഈ അയോധ്യയിൽ ഡ്യൂട്ടിയുടെ സമയത്ത് വീണത്. 2012 തൊട്ടാണ് എനിക്ക് കഴുത്ത് വേദന തുടങ്ങിയത്. അങ്ങനെ ഉറക്കമില്ലായിരുന്നു. ഇങ്ങനെ കണ്ടിന്യൂ ആശുപത്രിയിൽ പോകും, മരുന്ന് മേടിക്കും, ഡോക്ടർമാർ അഡ്വൈസ് ചെയ്യും, ഒത്തിരി ടെൻഷൻ അടിക്കരുത് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ കഴുത്തിൻ്റെ C4 അവിടെ C4ഉം C3 അവിടെയായിട്ട് ഞരമ്പ് വളഞ്ഞ് ബെൽജായി കിടക്കുവാണ്, എല്ലിൻ്റെ അകത്തോട്ട് കയറിയിരിക്കുവാണെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കുറവാണെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് 2015 മംഗലാപുരത്തെ നല്ലൊരു ഹോസ്പിറ്റൽ ഡോക്ടർ എന്നോട് സർജനാണ്. സർജൻ എന്നോട് പറഞ്ഞു, മേഡം ഒരു കാര്യം ചെയ്യുക, 5 വർഷത്തിൻ്റെ ഉള്ളിൽ മേഡം സർവീസിൽ നിന്ന് പോകുന്നില്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് MRI 5-6 നിർത്ത് MRI ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തെല്ലാം മെഡിസിന് കണ്ടിന്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഡോക്ടർ എന്നോട് പറഞ്ഞു, മേഡം സർവീസിൽ നിന്ന് 5 വർഷത്തിൻ്റെ ഉള്ളിൽ പോകുന്നില്ലെങ്കിൽ കടപ്പിലാകും. അപ്പോൾ ഞാനിത് ഞാൻ എപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോകാറുള്ളത്. ചേട്ടനും സർവീസിലുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ വേറെ ആരുമില്ല എൻ്റെ കൂടെ വരാൻ. അപ്പോൾ ഞാൻ ഈ പറയുന്നത് വീട്ടിലോട്ട് ഞാൻ ആരും അറിയിക്കാറുമില്ല. അപ്പോൾ ഇതുവരെ ഞാൻ അറിയിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം. ഞാൻ കുഞ്ഞുങ്ങളെ വീട്ടിൽ വിട്ടിട്ട് പോയിരിക്കുന്ന സമയം, ഡ്യൂട്ടിയിലൊക്കെ പോകുന്ന സമയം, നോർത്ത് ഇന്ത്യയിലൊക്കെ സർവീസ് ചെയ്യുന്ന സമയത്തെല്ലാം കുഞ്ഞുങ്ങൾ വീട്ടിലാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒറ്റൊരു ചിന്തയാണ്, ഞാൻ ഇനി എത്ര കാലം നിൽക്കും, ഒക്കെ ഒരു പക്ഷേ കടപ്പിലായാൽ, ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞത്, കടപ്പിലാകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കടപ്പിലായ ഇനി മുന്നോട്ട് എങ്ങനെയാണ്? അങ്ങനെ ഞാൻ 2017 ആകുമ്പം എൻ്റെ 20 വർഷം കംപ്ലീറ്റ് ആവും. ഞാൻ ആ 20 വർഷം കംപ്ലീറ്റ് ആകുന്ന അന്ന് ഞാൻ ആപ്ലിക്കേഷൻ എഴുതി പെൻഷൻ പോന്നു, VRS എടുത്ത് പോന്നു. അപ്പോൾ 2020 ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് ഈ നിയോഗവും ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ വേദന എനിക്ക് ആദ്യം സ്പൈനൽ കോഡിൻ്റെ വേദന സൗഖ്യം കിട്ടി. അത് ഇതെൻ്റെ 5ാമത്തെ സാക്ഷ്യമാണ്. അപ്പോൾ സാക്ഷ്യം പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഈ കഴുത്ത് വേദന സൗഖ്യം കിട്ടിയത് ഞാൻ മറന്നുപോയി. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു 10-15 ദിവസം മുമ്പിൽ എൻ്റെ ഒരു സഹോദരൻ, ഒരു പുരോഹിതൻ വീട്ടിൽ വന്നപ്പം എന്നോട്, ചേച്ചി എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ കാര്യം, ഈ കൃപാസനമ്മയുടെ കാര്യം പറഞ്ഞപ്പം ഞാനിങ്ങനെ രോഗസൗഖ്യം കഴിഞ്ഞപ്പം അന്ന് തൊട്ട് എനിക്ക് ഈ കഴുത്ത് വേദന മെല്ലെ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഈ രോഗം മാത്രം വിട്ടുപോയായിരുന്നു. ഇപ്പോൾ എനിക്ക് ഇപ്പം 3-4 വർഷമായി കണ്ടിന്യൂ 21 ടാബ്ലറ്റ് വരെ ഞാൻ പെർ ഡേ എടുക്കുന്ന ഈ ടാബ്ലറ്റ്, ഇന്ന് ഞാൻ ഒരു ടാബ്ലറ്റ് ഒന്നുമില്ലാതെ പൂർണ്ണമായിട്ട് നേർച്ച തൈലവും നേർച്ച ഉപ്പും മാത്രമാണ് ഞാൻ ഉപയോഗിച്ചത്. ഞാൻ ഈ ഉടമ്പടി എടുത്തതിൻ്റെ ശേഷം 1 വർഷം ടാബ്ലറ്റ് എടുത്തു. അതിൻ്റെ ശേഷം ഞാൻ ടാബ്ലറ്റ് എടുത്തിട്ടില്ല. ഇപ്പോൾ കണ്ടിന്യൂ നേർച്ച തൈലവും കണ്ടിന്യൂ രാവിലെ വൈകുന്നേരം എപ്പോഴൊക്കെ വേദന എടുക്കുമോ അപ്പോഴൊക്കെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി നേർച്ച ഉപ്പും നേർച്ച തൈലവും നേർച്ച തേനും കഴിക്കുമായിരുന്നു. ഇതായിരുന്നു എൻ്റെ മരുന്ന്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. 2ാമത്തെ സാക്ഷ്യം എൻ്റെ തന്നെയാണ്. എനിക്ക് ഉപ്പൂറ്റി വേദന ഉണ്ടായിരുന്നു. ഇതൊരു 4 വർഷമായിരുന്നു. എനിക്ക് രാത്രി നമ്മൾ എണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ടിലേന്ന് എനിക്ക് നിലത്തോട്ട് കാല് കുത്തുമ്പോൾ നമുക്ക് തന്നെ നടക്കാൻ പറ്റത്തില്ല. കാരണം കാലിന് അത്ര വേദന, ഉപ്പൂറ്റിക്ക് ഭയങ്കര വേദന, പിടിച്ചറന്ന് നടന്നുകൊണ്ടിരുന്നത്.
ഈ ഉപ്പൂറ്റി വേദനയെ ഞാൻ നേർച്ച ഉപ്പ് വെള്ളത്തിൽ ചാലിച്ച് ഉപ്പൂറ്റ് തൂക്കുമായിരുന്നു. അതേപോലെ തന്നെ നേർച്ച തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി തൂക്കുമായിരുന്നു. ഇത് പൂർണ്ണമായിട്ട് എനിക്ക് സൗഖ്യം കിട്ടി. മൂന്നാമത്തെ സാക്ഷ്യം, എൻ്റെ അമ്മായിമ്മയ്ക്ക് മദറിൻലോയ്ക്ക് 18 വർഷമായിട്ട് മമ്മിക്ക് ആസ്മയുണ്ട്, കണ്ടിന്യൂ ചുമയുണ്ട്, അതേപോലെ തന്നെ അലർജിയുണ്ട്. അപ്പോൾ ആസ്മ ആ സമയത്ത് ഉടമ്പടിക്ക് മുമ്പിൽ മമ്മി എല്ലാ മാസം നല്ല ആഴ്ചകളിൽ പോയിട്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കാം, വലിവിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കും. അങ്ങനെ ഇന്നലറുണ്ട് 1200 mgയുടെ ഇന്നലർ യൂസ് ചെയ്യുന്നത് 4 നിറത്തായിട്ട് ഒരു ദിവസം. ഇന്ന് മമ്മി അതെല്ലാം കുറച്ച് രാവിലെ വൈകുന്നേരം മാത്രമേ ഉള്ളൂ. പക്ഷേ മമ്മിയുടെ ചുമ പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടി. അതേപോലെ അലർജി രോഗവും പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടി. ഇതും കണ്ടിന്യൂ രാവിലെയും വൈകുന്നേരവും മമ്മിക്ക് നേർച്ച തൈലവും ഉപ്പും കൊടുത്ത് പൂർണ്ണമായിട്ട് രോഗസൗഖ്യം കിട്ടി. നാലാമതായിട്ട് ഞങ്ങൾ അയൽവാസികളായിട്ട് അയൽവാസികളെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം എൻ്റെ മദറിലൂടെ സഹോദരങ്ങൾ തന്നെയാണ് അടുത്തുള്ളത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വാക്കിൽ എന്തെങ്കിലും പറയൂ, എന്തെങ്കിലും ചെറിയ കാരണം മതി, അപ്പോൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക്. പിന്നെ മിണ്ടാതിരിക്കും, കുറച്ച് ദിവസം മിണ്ടാതിരിക്കും, പിന്നെ അങ്ങനെ ഭയങ്കര അസ്വസ്ഥയായിരുന്നു. ഞങ്ങൾ ലീവിന് വന്നു കഴിയുമ്പം ഈ മിണ്ടത്തില്ല, അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. അത് ഈ ഉടമ്പടി എടുത്തതിൻ്റെ ശേഷം അത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, തന്നെ അത് നമ്മൾ ഒരു കുന്നേന്ന് വെള്ളം ഒഴിച്ചു കഴിയുമ്പം മാറിപ്പോകുന്ന പോലെ, എന്നൊരു കല്ലേന്ന് വെള്ളം ഒഴിച്ചു കഴിയുമ്പം താന്നു പോകുന്ന പോലെ തന്നെ അവരോടുള്ള ഒരു വെറുപ്പും അസ്വസ്ഥകളെല്ലാം മാറിക്കിട്ടി. അതേപോലെ തന്നെ അഞ്ചാമത്തെ സാക്ഷ്യമാണ്, എൻ്റെ അഞ്ചാമത്തെ സാക്ഷ്യമാണ്. നമ്മുടെ കൃഷിയിടത്തിലേക്ക് വെള്ളം ഇല്ലായിരുന്നു. അപ്പം നമുക്ക് വെള്ളം വേണമെങ്കിൽ നമ്മളൊരു കുളം പോലെ കുത്തണം. അങ്ങനെ നമ്മളിങ്ങനെ സ്ഥാനമൊക്കെ നോക്കാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പം അന്ന് ഞാൻ പ്രാർത്ഥിച്ചേച്ച് അമ്മയോട് പറഞ്ഞ, അമ്മേ ഇങ്ങനെ കുളം കുത്തണം, ഇത്ര പൈസയാകും എന്നൊക്കെ പറഞ്ഞേച്ച് ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞേച്ച് ഞാൻ പ്രാർത്ഥിച്ചേച്ച് കടന്നുറങ്ങി ഒരു സ്വപ്നം കാണുക. നമ്മുടെ സ്ഥലത്തിൻ്റെ ഇപ്പം ഇരിക്കുന്ന കിണറിൻ്റെ തൊട്ട് താഴായിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്നതായിട്ട് കാണിച്ചു തന്നെനിക്ക്. അപ്പം ഞാൻ നന്ദി പറഞ്ഞേച്ച് ചേട്ടനോട് പറഞ്ഞു, നമുക്ക് അവിടെ കുളം പോലെ കുത്താം. ഇങ്ങനെ പറഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പം ചേട്ടൻ വന്നിട്ട്, സഹോദരൻ വന്നിട്ട് പറഞ്ഞു, നമുക്ക് പുഴയിൽ നിന്ന് വെള്ളം എടുക്കാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്പുറത്ത് ഞങ്ങളുടെ പറമ്പിൻ്റെ മുന്നിൽ ഒരു ഹൈവേ, നാഷണൽ ഹൈവേ ആണ്, അത് കഴിഞ്ഞ് വേറെ 2 പാർട്ടിക്കാരുടെ കൃഷിയിടമാണ്, പട്ടയഭൂമിയാണ് കൃഷിയിടം, അതിൻ്റെ ശേഷം നെക്സ്റ്റാണ് പുഴ. അപ്പോൾ ഈ പുഴയിൽ നിന്ന് നമ്മുടെ വീട് വരെ വരണമെങ്കിൽ 200 മീറ്ററോളം ഗ്യാപ്പുണ്ട്, അത്രയും ദൂരമുണ്ട്. അപ്പോൾ ഈ ചേട്ടൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, മിനി ഒരു കാര്യം ചെയ്യുക, നേർച്ചയുപ്പ് നമുക്ക് അവരുടെ അതിർത്തികളുടെ ഇടാൻ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഓൾറെഡി ഒരു സൈഡിലെ പാർട്ടിയോട് ചോദിച്ചായിരുന്നു, വെള്ളം ഞങ്ങൾക്ക് അതിലെ പൈപ്പ് ഇടാൻ സമ്മതിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു, ഞങ്ങളുടെ പട്ടയസ്ഥലാണ്, സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പുറത്തെ ഒരു പാർട്ടിയോട് ഞാൻ ചോദിക്കാൻ പറ്റത്തില്ല, കാരണം അവർ ഹൈന്ദവരാണ്, അവരത്രമായിട്ട് ബന്ധം എന്ന് വെച്ചാൽ അറിയത്തില്ല, അവർ ഈ ഇടയ്ക്കായിട്ട് വന്ന പാർട്ടി, അപ്പോൾ ചോദിക്കാനും പോയില്ല. അപ്പോൾ ഈ സഹോദരൻ പറഞ്ഞതിന് ശേഷം ഞാനും ഓർത്തു, ശരിയാണല്ലോ നേർച്ചയുപ്പുണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ പുഴയെന്ന് തൊട്ട് ഈ ഹൈവേയുടെ റോഡ് സൈഡ് വരെ നേർച്ചപ്പിട്ടേച്ച് ഞാൻ അവിടെ നിന്നിട്ട് കൈ പൊക്കിച്ച് അമ്മയോട് പറഞ്ഞു, അമ്മേ ഈ സ്ഥലത്തിൻ്റെ മുന്നിലുള്ളത് നമ്മുടെ സ്ഥലമാണ്, അതിൻ്റെ മേളിലാണ് ചേട്ടൻ്റെ സ്ഥലം കിടക്കുന്നത്, അപ്പോൾ അവർക്കാണ് ഈ വെള്ളം വേണ്ടിയത്, അപ്പോൾ അവർക്ക് ആ പൈപ്പ് ഇടാം, അപ്പോൾ നമുക്ക് ഓൾറെഡി കുളം കുത്തണമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഞങ്ങൾ നിന്നത്. അപ്പോൾ ഞങ്ങൾ നേർച്ച ഉപ്പും വിതറി വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ 2 പേരും ഉണ്ട് അവിടുന്ന് പോന്നു. ഒരു 20 ദിവസം കഴിഞ്ഞപ്പം ഈ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ പൈപ്പ് ആ ഓണർ വേറെ ആ സ്ഥലത്തിൻ്റെ തന്നെ വേറൊരു സൈഡിൽ കൂടെ പൈപ്പ് ഇട്ടോളാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ ഈ ഇതിലിട്ടോളാൻ പറഞ്ഞു. നമ്മുടെ നേരെ പറമ്പിൻ്റെ നേരെയാണ് ആ പറമ്പിൻ്റെ അതിര് കിടക്കുന്ന നേരെ മുമ്പിൽ. അവിടെ നിന്ന് 200 മീറ്ററോളം അവരുടെ പറമ്പിൽ കൂടെ നമുക്ക് ഈ ഹൈവേ താണ്ടി
നമുക്ക് പൈപ്പിടാനുള്ള പെർമിഷൻ പരിശുദ്ധ അമ്മ മേടിച്ചു തന്നു. നമുക്ക് ഇപ്പോൾ 360 ദിവസവും വെള്ളം കിട്ടുന്ന രീതിയിൽ വെള്ളം കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ ആ സ്വപ്ന ദർശനം കാണിച്ചു തന്ന അതേ തടത്തിലാണ് നമ്മൾക്ക് അവിടെ കണക്ഷൻ ചെയ്യാനായിട്ട് കിട്ടിയത്. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് പരിശുദ്ധ അമ്മ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നെന്ന്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. അതേപോലെ തന്നെ ഞങ്ങൾക്ക് സന്ധ്യപ്രാർത്ഥന, ഞാൻ ഉടമ്പടിക്ക് മുമ്പിൽ സന്ധ്യപ്രാർത്ഥന അത്ര ചിട്ടയോടെയൊന്നും അല്ല ചെല്ലുന്നത്. എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ പിന്നെ ഷോർട്ട് കട്ടായിരുന്നു. അതേപോലെ തന്നെ ആകുന്നത്ര നമ്മൾ കുറച്ച് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന രീതിയിൽ കുരിശുവര ചൊല്ലുമായിരുന്നു. പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ 6:30 തൊട്ട്, ഞാനും എൻ്റെ മദറിലോയും ഞങ്ങൾ 6:30 തൊട്ട് ബൈബിള് വായിക്കും. 7:30 ആകുമ്പോൾ കൃത്യമായിട്ട് കുടുംബമായിട്ട് ഒരുമിച്ചിരുന്ന് ഞങ്ങൾ കുരിശുവരയ്ക്ക് ഇരിക്കും. അതേപോലെ തന്നെ ഒരു സമാധാനം, കുരിശുവര ഒരു 8:30 8:45 വരെയുണ്ട്, സ്തുതിപ്പ് എല്ലാം. അങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു ദിവസം 2022 പരിശുദ്ധ അമ്മ ഒരു 3/4 മണിക്കൂർ രൂപക്കൂടിൻ്റെ അവിടെ നിന്ന് അമ്മ ഇങ്ങനെ പല രൂപമായിട്ട് അമ്മ വന്ന് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങളൊരു 500 ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മേനെ ഏൽപ്പിച്ച ദിവസം, അത് ഞങ്ങൾക്ക് അറിയത്തില്ല, 500 ജപമാല ചൊല്ലാമെന്ന് വിചാരിച്ച് ചൊല്ലിയതാ. പക്ഷെ അന്ന് 503-ാമത്തെ കൊന്തയായിരുന്നു, ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു, ചൊല്ലി അത്ര ആയോ എന്ന് അറിയത്തില്ലായിരുന്നു. അന്ന് അമ്മയുടെ കയ്യിൽ കുറേ ജപമാല അമ്മ ഇങ്ങനെ കുലുക്കി കാണിച്ച്. ഇത് 2021 നടന്നത്. 2022 മോൾക്കൊരു സ്വപ്നം കാണുവാണ്. മോള് ഈ അൾത്താരയിൽ പരിശുദ്ധ അമ്മയുടെ കയ്യിൽ ഒരു കുന്ന് മുല്ലപ്പൂ പിടിച്ചുകൊണ്ട് വരുന്നു. അമ്മ ജോസപ്പച്ചന് കൊടുക്കുന്നു. ജോസപ്പച്ചൻ മൂക്ക് കൊടുക്കുന്നതായിട്ടൊരു സ്വപ്നം കാണുന്നു. 2023 മെയ് മാസത്തിൽ എന്നോട് അമ്മ പറയുന്നു, കുഞ്ഞെ അഖണ്ഡ ജപമാല ചൊല്ല്. അപ്പോൾ ഞാൻ ആദ്യം ഓർത്ത് ഇത് എങ്ങനെയായിരിക്കുന്നു. രണ്ടാമത് ഞാൻ കുറച്ച് ദിവസം ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ എന്നോട് അമ്മ ചോദിച്ചു, അഖണ്ഡ ജപമാല ചൊല്ലുന്നില്ലേ? പിന്നെ ഞാൻ ഓർത്തു ഇതെങ്ങനെ ചൊല്ലൂ അമ്മയെന്ന് ഞാൻ ചോദിച്ചപ്പം, നീ പട്ടാളക്കാരിയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞങ്ങളുടെ ഡ്യൂട്ടി അവേഴ്സ് വെച്ചാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി അഖണ്ഡ ജപമാല അവേഴ്സ് വെച്ച് ചൊല്ലാമെന്ന്. അങ്ങനെ 3-ാമത്തെ ദിവസം പിന്നെ ഞാനത് ചൊല്ലി അങ്ങ് മനസ്സിൽ വെച്ചതേ ഉള്ളൂ, പക്ഷേ ചൊല്ലാനായിട്ട് തുടങ്ങുന്നൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം പള്ളിയിലേക്ക് പോകുമ്പോൾ അമ്മ വാർണിംഗ് പോലെ അഖണ്ഡ ജപമാല ചൊല്ലുന്നില്ലേ എന്ന് ചോദിച്ചു. അന്ന് തന്നെ ഞാനൊരാളോട് പറയുന്നു ജപമാല ചൊല്ലാമെന്ന് പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസം 3 പേരാകുന്നു, 5 പേരാകുന്നു, 6-ാമത്തെ ദിവസം 26 പേരാകുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി 6-ാമത്തെ ദിവസം 26 പേര് തരുന്ന അമ്മ ഉടമ്പടിയാണ് 6-ാമത്തെ ദിവസം 6. അങ്ങനെ എനിക്ക് വിചാരിച്ച് അന്ന് ഞങ്ങൾ ഈ അഖണ്ഡ ജപമാല ചൊല്ലാൻ തുടങ്ങി. 42-ാമത്തെ ദിവസം കൃപാസന അമ്മയുടെ അഖണ്ഡ ജപമാല ചൊല്ലുന്നവർക്ക് കിട്ടുമെന്ന് അറിഞ്ഞ്, അങ്ങനെ സെപ്റ്റംബർ 5-ാം തീയതിയാണ് ഇത് അറിയുന്നത്. 6-ാം തീയതി എൻ്റെ മോള് 7-ാം തീയതി ഇവിടെ വരുന്നു. 7-ാം തീയതി വന്ന് ഉടമ്പടി എടുത്തു. 7-ാം തീയതി മോക്ക് ഈ അൾത്താരേന്ന് ആദ്യമായിട്ട് 1000 മണി ജപമാല അച്ഛൻ മോക്കടെ കയ്യിലോട്ട് കൊടുക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. അതേപോലെ തന്നെ ആ അഖണ്ഡ ജപമാല വീട്ടിലേക്ക് വരുന്നത് സെപ്റ്റംബർ 8-ാം തീയതിയാണ്. അന്ന് മുതൽ സെപ്റ്റംബർ 9-ാം തീയതി മുതൽ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെയും എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ആഴ്ചകളിലും ജപമാല ചൊല്ലുന്നുണ്ട് ഞങ്ങൾ അഖണ്ഡ ജപമാല. അനേകം മക്കൾ വന്ന് അഖണ്ഡ ജപമാല ചൊല്ലി അനേകം മക്കൾക്ക് രോഗസൗഖ്യ സാക്ഷ്യങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള ചെറിയ ചെറിയ സാക്ഷ്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വലിയ സാക്ഷ്യം പറയുന്നവരെ ഉള്ളവർക്ക് ഞാൻ ഇവിടെ ഒരു നിർത്ത് വന്നിട്ടുണ്ടെന്ന് സാക്ഷ്യം പറയിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒത്തിരി മക്കളെ പരിശുദ്ധ അമ്മയിലേക്ക് അടുപ്പിക്കാനായിട്ട് പറയാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രേക്ഷിത വേല എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പത്രം 5ഉം 6ഉം കെട്ടും പുതുക്കിന് വരുമ്പോൾ കൊണ്ടുപോയിട്ട് ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും ചന്തകളിൽ ഹോസ്പിറ്റലുകളിൽ ഒത്തിരി ക്രൗഡ് എവിടെയാണോ അവിടെയൊക്കെ ഈ പത്രം കൊടുത്ത് അവരോട് പറഞ്ഞ് അമ്മേനെക്കുറിച്ച് പറഞ്ഞ് കിട്ടിയ സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുക്കും. അങ്ങനെ ഒത്തിരി മക്കളെ ഇവിടെ എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒത്തിരി മക്കളെ ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും
കൂടാനുകൂടി നന്ദി പറയും. ഇതിനൊക്കെ നമ്മൾ യോഗ്യതരല്ല, എങ്കിലും പരിശുദ്ധ അമ്മയും ഈശോയും ഇതിനെല്ലാം ഒരുക്കി തന്നു. അതേപോലെ തന്നെ കാരുണ്യ പ്രവൃത്തി എല്ലാ മാസവും ഞങ്ങൾ ചെറിയൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് ഞങ്ങൾ പോയിട്ട് അനാഥാശ്രമത്തിൽ പോയിട്ട് വയസ്സായ അമ്മമാരെയും മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളുള്ള അമ്മമാരെയും കുളിപ്പിക്കുകയും അവരുടെ വസ്ത്രങ്ങളിൽ കഴുകി കൊടുക്കുകയും അതേപോലെ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ രോഗികളായ ഉള്ള അമ്മമാർക്ക് നേർച്ച തൈലം ഞങ്ങൾ കൊണ്ടുപോകും, ഉപ്പ് കൊണ്ടുപോകും. അവർക്ക് ആവശ്യമുള്ളവർക്ക് നേർച്ച തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി തൂത്തു കൊടുക്കാറുണ്ട്. അതേപോലെ അവർക്കും ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്, ഒത്തിരി മക്കളെ. അതേപോലെ തന്നെ മൊത്തമായിട്ട് ഞാൻ മാറി എന്നുള്ളതാണ് ഏറ്റവും വലുത്. വിശുദ്ധ കുർബാന നേരത്തെയൊക്കെ സർവീസിലുള്ള സമയത്തൊക്കെ പള്ളിയിൽ പോകാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ ഒത്തിരി കഷ്ടങ്ങളാണ്. സർവീസിലൊക്കെ പട്ടാളത്തിലൊക്കെ അറിയാം, നമുക്ക് ഞായറാഴ്ചകളിലൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഡ്യൂട്ടികളൊക്കെ വരുന്നത്. ഞായറാഴ്ച ദിവസങ്ങൾ എനിക്ക് തോന്നുന്നു ഞാൻ മൊത്തം എൻ്റെ ജീവിതത്തിൽ ഒരു 5-6 കുർബാനയൊക്കെയാണ് ഞാൻ ഈ സർവീസിൽ കയറിയ പിന്നെ കൂടിയിട്ടുള്ളൂ. പക്ഷേ ഞാൻ പെൻഷൻ പോകുന്ന ഈ ഉടമ്പടി, അമ്മയുടെ ഉടമ്പടി എടുത്തതിൻ്റെ ശേഷം ഇപ്പോൾ 2 വർഷത്തോളം കണ്ടിന്യൂ ആയിട്ട് എല്ലാ ദിവസവും ഈശോയെ സ്വീകരിക്കാൻ കഴിയുന്നുണ്ട്. അത് ഏറ്റവും വലിയ എൻ്റെ അനുഗ്രഹമാണ്. ഈശോ കാണിക്കുന്ന ഒരു വലിയൊരു കരുണയാണ്. അതേപോലെ തന്നെ ഈശോയെ ഈശോ വന്ന് കട്ടിലയിലിരിക്കുന്ന ഒരു അനുഭവം, പരിശുദ്ധ അമ്മ അടുത്ത് വന്നിരിക്കുന്ന സമയം അമ്മ സംസാരിക്കുന്ന പല രീതിയിലായിട്ട് ഇതെല്ലാവർക്കും അനുഭവിക്കാൻ പറ്റും. കാരണം ഉടമ്പടി ജോസഫ് അച്ഛൻ എപ്പോഴും പറയും, നിങ്ങളെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുക, നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഇത് എല്ലാവരും അനുസരിച്ചാൽ ദൈവം ഐശ്വര്യം തരുന്ന കർത്താവാണ്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം